നിങ്ങൾ എഫ് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യും നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഫ് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണ് ബാക്കിയുള്ളതെന്ന് ആദ്യം പോയി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് വിലയിരുത്തി കിട്ടും. നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ് എഫ് എ എങ്കിൽ അതൊരു ക്രൂഷ്യലായ സാധനമാണ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എഫ് എ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എഫ് എ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് എഫ് എ മെയിൻ എക്സാം എഴുതാൻ പോകുന്നത് CBE പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സെന്ററിലാണ് പോയി എഴുതാൻ പോകുന്നത്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എടുക്കണമെങ്കിലും അവരിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിന്റേതായ CBE പ്ലാറ്റ്ഫോം സെന്റർ ഉണ്ടാകണം. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെന്ററിലോട്ട് നിങ്ങൾ എന്തായാലും കൊണ്ടുപോകുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചായിരിക്കും. ഞാനിപ്പോൾ കറന്റ്ലി പഠിച്ച ലക്ഷ്യയില് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ CBE പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. സോ എനിക്ക് അവിടെ തന്നെ എക്സാം എഴുതാൻ പറ്റി. സോ ഇനി അടുത്ത ക്രൂഷ്യലായ പോയിന്റ് എന്ന് പറയുന്നത് CBE പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനു മുന്നേ CBE പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എക്സാം ലാപ്ടോപ്പിലാണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സും പ്ലസ് ടുവിലും എഴുതിയ പോലെയല്ല ഇവിടെ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. സെക്ഷൻ എ, സെക്ഷൻ ബി. സോ അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ലാപ്ടോപ്പിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ പഠിച്ചു പോയ കാര്യങ്ങൾ പെട്ടെന്ന് സ്ക്രീനിൽ കാണുമ്പോൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് വരണമെന്നില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. സോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോണതിന്റെ ഒരു 1 വീക്ക് മുന്നെങ്കിലും ലാപ്ടോപ്പില് നിങ്ങളുടെ വീട്ടിലുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെന്നോ ആരെങ്കിലും ലാപ്ടോപ്പ് എടുത്തിട്ട് മൈ ACC പറഞ്ഞ ACCയുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോയിട്ട് അവിടെ എഫ് എ എടുക്കുക. എഫ് എ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോന്റെ എൻഡിൽ കാണിച്ചു തരാം അതെങ്ങനെ എടുക്കാമെന്ന്. എഫ് എ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റഡി ഹബിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എക്സാം കുറച്ചും കൂടി എക്സാം ഫിയർ ഒന്ന് മാറ്റി കിട്ടും. സോ ഇനി സെക്കൻഡ് വരാൻ പോകുന്നത് നിങ്ങൾ എഫ് എ എക്സാം എഴുതാൻ പോണതിന് മെയിൻ എക്സാം എഴുതാൻ പോണതിന് മുന്നേ 3 മോക്ക് എക്സാം കിട്ടും. ACCയുടെ വക തന്നെ 3 മോക്ക് എക്സാം പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് പൈസ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അത് പർച്ചേസ് ചെയ്തിട്ട് 3 എക്സാമും അറ്റൻഡ് ചെയ്യണം. മസ്റ്റ് ആണ്. കാരണം ഈ 3 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് മെയിൻ എക്സാം എങ്ങനെ എഴുതുന്ന ഒരു ഐഡിയ കിട്ടും. ആ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സാം ഇന്ന് അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് മോക്ക് ഇന്ന് അറ്റൻഡ് ചെയ്തു പറഞ്ഞാൽ അതിലെ മിസ്റ്റേക്സ് ഇന്ന് തന്നെ പഠിക്കുക. എന്നിട്ട് അടുത്ത ദിവസം അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ ഫോർത്തോ ഫിഫ്ത്തോ ഡേ ആയിട്ട് നിങ്ങൾ അടുത്ത സെക്കൻഡ് മോക്ക് എഴുതുക. ഇങ്ങനെ അതിലെ മിസ്റ്റേക്സ് നോക്കുക. നിങ്ങൾ ഈ 3 മോക്ക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഫ് എനെ കുറിച്ചൊരു എഫ് എ എക്സാം കംപ്ലീറ്റ്ലി എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ ഈ 3 മോക്കും ക്രൂഷ്യലാണ്. നിങ്ങൾ അത് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേറെ കുറച്ച് സ്റ്റെപ്സും കൂടി ചെയ്യും. നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് കപ്ലാൻ BPP സ്റ്റഡി ഹബ്ബ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സ്റ്റഡി ഹബ്ബാണ്. കാരണം ACCA ഒരു റൂൾ ഇറക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസിന് ഇനി മുതൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ACCA സ്റ്റഡി ഹബ്ബ് മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. ACC സ്റ്റഡി ഹബ്ബ് എന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. ACC സ്റ്റഡി ഹബ്ബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ 6 പേപ്പറും പാസ്സായത്. സോ നിങ്ങൾക്ക് എഫ് എ പാസ്സാണെങ്കിൽ സ്റ്റഡി ഹബ്ബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി ഹബ്ബിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതെല്ലാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായും എഫ് എ പാസ്സാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. കാരണം ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ACCA സ്റ്റഡി ഹബ്ബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സ്റ്റഡി ഹബ്ബത്തെ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വായിച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ എക്സാം എന്തായാലും പാസ്സാകും. കാരണം അത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും എക്സാം സിമ്പിൾ ആയി കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആഹ് ഇനി നിങ്ങൾ പഠിക്കാൻ ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് എക്സാം എഫ് എ മെയിൻ എക്സാമിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ സെക്ഷൻ എ, സെക്ഷൻ ബി പറഞ്ഞിട്ട് 2 സെക്ഷനാണ്. സെക്ഷൻ എയിൽ നിങ്ങൾക്ക് ഏകദേശം 35 ചോദ്യങ്ങളോളം കിട്ടും 70 മാർക്കിനോളം. 35 ചോദ്യങ്ങളല്ല 70 മാർക്കിനുള്ള 2 മാർക്കിന്റെയും 1 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ ബി സെക്ഷനിൽ 2 ചോദ്യം വരുന്നുണ്ട്. ബി സെക്ഷനിൽ മെയിനായിട്ട് കൺസോൾട്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും. സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ SOP, SOSPL അത് നിങ്ങൾ എന്തായാലും തറവാക്കി വെക്കണം. കാരണം അതാണ് ഇനി വരാൻ പോകുന്ന അഡ്വാൻസ് പേപ്പറിൽ വരാൻ പോകുന്ന FRലും SPRലും വരാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബേസ് കറക്റ്റ് ആക്കിയിരിക്കണം. ഇനി അടുത്തത് പറയാൻ പോകുന്ന കാര്യം നിങ്ങള് കിറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകണം. അത് എന്തേലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. കപ്ലാൻ BPPയുടെ കിറ്റുകൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഇനി അടുത്തത് നിങ്ങൾ സ്റ്റഡി ഹബ്ബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ട് വേണ്ടത്
കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽ ഒരു ഫുൾ പ്ലാൻ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് വെറും 10 ദിവസം ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഞാൻ 10 ദിവസത്തിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ പോലെ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഫോക്കസ് ഏരിയാസും നിങ്ങൾക്ക് എ സെക്ഷനിൽ ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ബി സെക്ഷനിൽ ഏത് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് എല്ലാത്തിന്റെയും ഒരു ഫുൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് ഫുൾ വായിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഇന്നും നിങ്ങൾക്ക് ഇതുപോലെ ബി.ടി, എഫ്.എം.എ, ലോ ഇങ്ങനത്തെ പേപ്പറുകളുടെയൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാൻ ഇന്ന് കുറച്ചും കൂടി എഫ്.എയുടെ അടിപൊളിയായ ടോപ്പിക്സും കൂടി പറഞ്ഞുതരാം. ഇതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഫ്.എ പാസ്സാകാൻ പറ്റുന്നതായിരിക്കും. ഈ ടോപ്പിക്സ് ആൻഡ് സിലബസ് ബ്രേക്ക് ഡൗൺ പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ബേസിക് കൺസോൾട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും വായിച്ച് നോക്കണം. കാരണം അത് വായിച്ച് നോക്കിയിട്ട് അത് വായിച്ച് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും തറവായിട്ടുള്ള ഒരു കുട്ടിക്ക് എഫ്.എയിൽ 90 എബോവ് വരെ വാങ്ങാൻ പറ്റും. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യുക. ആഹ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എ.സി.സി തോട്ട്സ് കമന്റ് ചെയ്യുക. അതുവരെ ബൈ.